ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ കുറച്ച് മുന്നേ സൈക്കിളിന് ലൈസൻസ് വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? അപ്പോൾ ഇന്ന് പൊങ്കാലിടാൻ വരണ്ട. എന്താണെന്ന് വെച്ചാൽ മുന്നത്തെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ വാഹനം ഓടിക്കുന്നവരുണ്ടെന്ന് വെച്ചാലും ചില ആളുകൾ ലൈസൻസ് എടുക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഇലക്ട്രിക്കൽ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന വാഹനങ്ങൾ താല്പര്യപ്പെടുന്ന ആളുകൾ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ പുതിയ ആളുകൾക്ക് അറിയാത്തവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഈ സൈക്കിളിന് ലൈസൻസോ എന്ന് ചോദിച്ചാൽ അറിയാത്തവർ, തീരെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിത് ഇടാൻ തന്നെ ഇൻട്രസ്റ്റ് ആയത് എന്താ വെച്ചാൽ സൈക്കിളിൻ്റെ ആണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് വളരെ ഓൾഡാണ് എന്നുള്ളത്, പഴയതാണെന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ സൈക്കിളിൻ്റെ ആണ് എന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെന്ന് വെച്ചാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം, ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരാം എന്തൊക്കെ ഇതിലുള്ളത് എന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ വായിച്ചു നോക്കാം. 1900 ഇതില് ഇപ്പോൾ പഞ്ചായത്ത് കേരള പഞ്ചായത്ത് ആക്ട്, അതേപോലെ തന്നെ കേരള പഞ്ചായത്ത് വെഹിക്കിൾ ടാക്സ് റൂള്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഏത് പഞ്ചായത്തിന്റെ ആണ്, ഏത് പഞ്ചായത്താണ് കൊടുക്കുന്നത്, കൊല്ലങ്ങളൊക്കെ പ്രത്യേകമായി നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ അതില് നെയിം, അഡ്രസ്, ഓണറെ നെയിമും അഡ്രസ്സും, അതില് എന്താണെന്നുണ്ടെങ്കിലും ഇതിൽ ഏത് പഞ്ചായത്ത് അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. അതേപോലെ അതിന്റെ അടിയിൽ വേറെ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ വാർഡ് എത്രാമത്തെ വാർഡാണ് എഴുതിയിട്ടുണ്ട്, പേര് എഴുതിയിട്ടില്ല. പിന്നെ ഏതാണ് വെഹിക്കിളിനെ, ഇതിന്റെ വെഹിക്കിൾ, അതിന്റെ മുന്നേ എന്തോ വെസീൽ അങ്ങനെ എന്തോ ഓണറെ അഡ്രസ് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. വെഹിക്കിൾ ബൈസിക്കിൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രെയിം നെയിം സൈക്കിളിന്റെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റേ ബൈക്കിന്റെ അല്ലെങ്കിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉള്ളതുപോലെ സൈക്കിളിനും പിന്നെ അതിന്റെ നമ്പർ, വാർഡ്, ഏത് വാർഡിലാണ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേക്ക് ഇതുകൊണ്ട് തന്നെ അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, അത് ക്ലിയർ അല്ല നമുക്ക്. അതേപോലെ തന്നെ വായിക്കുമ്പോൾ കപ്പാസിറ്റി, അത് എത്ര മുന്നത്തെ സൈക്കിൾ ഉള്ളത് അതിനനുസരിച്ച് കപ്പാസിറ്റി എഴുതി കൊടുക്കുന്നുണ്ട് തോന്നുന്നു, എഴുതിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ്, അതേപോലെ നമ്മുടെ വാഹനങ്ങൾ പുതിയ നമ്മുടെ ഉണ്ടാക്കിയെന്നുള്ളത് 12/7/66 അത് അതിലുണ്ട്. അതുപോലെ തന്നെ പീരീഡ് ഓഫ് ലൈസൻസ് അതും അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നതുപോലെ നമ്മുടെ 67 വരെ നമ്പർ 1966 മുതൽ 67 വരെ നമ്പർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാലിഡ് അപ് ടു പ്രത്യേകം സീൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓഫീസിൽ, അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ പഴയ ലൈസൻസിനെ പറ്റിയിട്ട്. പുതിയ ലൈസൻസും പഴയ ലൈസൻസും എത്രമാത്രം വ്യത്യാസം, കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൽ എത്ര സീറ്റ് ഉണ്ട്. അപ്പൊ ഇത് ലൈസൻസിന്റെ ഉടമ ജീവിച്ചിട്ടുണ്ടോ അറിയില്ല, സൈക്കിളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ പഴയ ലൈസൻസ്. എന്തുതന്നെയാണെങ്കിലും എന്നാണ് ഉണ്ടാക്കിയത്. അപ്പോ എന്തിരുന്നാലും 12 നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്. 1966 7 മാസം 12-ാം തീയതിയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ പീരീഡ് എത്ര കാലാണെന്ന് കൊടുത്തിട്ടുണ്ട്. 1966 മുതൽ 1967. അപ്പോൾ മുന്നത്തെ കാലത്ത് ലൈസൻസ് 1 കൊല്ലമായിരുന്നു. അത് സൈക്കിളിൻ്റെ ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. 1 കൊല്ലമായിരുന്നു ലൈസൻസ് അതിൻ്റെ കാലാവധി ഉള്ളത്. പിന്നെ ലൈസൻസ് വാലിഡ് അപ് ടു 31/3/67 അത് പ്രത്യേകം അവിടെ സീൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കൊല്ലം 31/3/67, 66 എടുത്തത് 67 അതിൻ്റെ കാലാവധി കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്പർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് എന്തിൻ്റെ നമ്പറാണെന്ന് അറിയില്ല കേട്ടോ. ഇനി ലൈസൻസിൻ്റെ നമ്പറാണെന്നും അറിയില്ല. മുകളിലും ഒരു നമ്പറുണ്ട്. പിന്നെ ഇതിൽ ഇതിൻ്റെ ആളുകളുടെ ഓതറിറ്റിയുടെ ഒപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ലൈസൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ലൈസൻസ് അടിപൊളിയല്ലേ? അപ്പോൾ മറ്റേ ലൈസൻസ് എടുക്കാത്തവർ ഇതൊക്കെ കണ്ടിട്ടുണ്ട് വെച്ചാൽ ഉൾക്കൊള്ളുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതെന്താ അപ്പം ഇത്ര പറയാനുള്ളത് എന്നും ചോദിക്കരുത്. ഇന്നത്തെ കാലത്ത് മുന്നുള്ളതൊക്കെ നമുക്ക് കാണുമ്പോൾ
ഒരു 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 രസമാണ്. അതിൻ്റെ പുറമെ ഈ സൈക്കിളിന് എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ പ്രത്യേകമായി തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.